1-2 ദിനവൃത്താന്തം ആമുഖം. സാമുവൽ, രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് 1-2 ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത്. സാവൂളിൻ്റെ കാലം മുതൽ ജെറുസലമിൻ്റെ നാശം വരെയുള്ള ചരിത്രം. ഗ്രീക്ക്, ലത്തീൻ പരിഭാഷകളിൽ പാരലിപ്പോമെന വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് ഗ്രന്ഥങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ സാമുവേലിലും രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളോ അവയുടെ വസ്തുനിഷ്ഠമായ ആവർത്തനമോ അല്ല ദിനവൃത്താന്തം. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് അതെന്ന് പറയുന്നതിൽ തെറ്റില്ല. വളരെയേറെ വിപത്തുകൾ ഇസ്രായേൽ ജനത്തിന് വന്നു ഭവിച്ചു. ജനത്തിന്റെ അവിശ്വസ്തതയാണ് അതിനെല്ലാം കാരണം. എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷാകര ചരിത്രത്തെ മുൻപോട്ട് നയിക്കുന്നു. ദാവീദ്, സോളമൻ, യഹോശാഫാത്ത്, ഹെസക്കിയ, ജോസിയ എന്നിങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. രാഷ്ട്രീയമായി പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും പുരോഹിത നേതൃത്വത്തിൽ നിയമം, ദേവാലയം, ആരാധനാ വിധികൾ എന്നിവയിൽ അധിഷ്ഠിതമായി സാമൂഹിക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടമാണ് പ്രവാസത്തിനു ശേഷമുള്ള കാലം. യൂദാഗോത്രം, ദാവീദിന്റെ വംശം, ലേവ്യർ, ജെറുസലേം നഗരം, ദേവാലയം എന്നിവയെ രക്ഷാകര പദ്ധതിയുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഒരു ലേവ്യനായിരിക്കാനാണ് സാധ്യത. BC 400-നോടടുത്തായിരിക്കണം ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്. ഘടന: 1 ദിനവൃത്താന്തം. വംശാവലി പട്ടിക: യൂദാഗോത്രം, ദാവീദിന്റെ കുടുംബം, ലേവ്യർ, ജെറുസലേം നിവാസികൾ എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന. സാവൂളിന്റെ അവസാനം, ദാവീദിന്റെ ഭരണം, നാഥാന്റെ പ്രവചനം, ദാവീദിന്റെ മതപരമായ പ്രവർത്തനങ്ങൾ, ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം. 2 ദിനവൃത്താന്തം. സോളമന്റെ ഭരണം, ദേവാലയ നിർമ്മാണം, പ്രതിഷ്ഠാ സമയത്ത് സോളമന്റെ പ്രാർത്ഥന, ദൈവത്തിൽ നിന്നുള്ള പ്രത്യുത്തരം. ഉത്തരഗോത്രങ്ങൾ വേർപെടുന്നു. യൂദാ രാജാക്കന്മാർ, ദാവീദിന്റെ മാതൃക, ഉടമ്പടിയോടുള്ള വിശ്വസ്തത എന്നിവ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് രാജ്യഭരണം വിലയിരുത്തുന്നു. ജെറുസലേമിന്റെ പതനം. അധ്യായം 1. ആദം മുതൽ അബ്രഹാം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരെദ്, ഹെനോക്ക്, മെത്തൂസെലഹ്, ലാമെക്, നോഹ, ഷേം, ഹാം, യാഫെത്ത്. യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദ, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, ദീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തിം, റോദാനിം. ഹാമിന്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്ത്, കാനാൻ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തെക്ക. റാമായുടെ പുത്രന്മാർ ഷെബ, ദെദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദീം, അനാമിം, ലഹാബീം, നഫ്തുഹീം, പത്രുസിം, കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിമാണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനും ആയിരുന്നു. ജബൂസിയർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്നുത്ഭവിച്ചു. ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേദർ, മെഷെക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താന്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവേത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിഗ്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്. ഷേം, അർപ്പക്ഷാദ്, ഷേലാഹ്, ഏബർ, പെലഗ്, റവു, സെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹാം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽ പെടുന്നു. അബ്രാഹത്തിന്റെ സന്തതികൾ. അബ്രാഹത്തിന്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര: ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്. കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ഭൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കേദമ ഇവരും ഇസ്മായിലിന്റെ സന്തതികളാണ്.
അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്, ഷുവാഹ്. യോക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദെദാൻ. മിദിയാന്റെ പുത്രന്മാർ ഏഫ, ഏഫെർ, ഹനോക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രാഹാം ഇസഹാക്കിന്റെ പിതാവാണ്. ഇസഹാക്കിന്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിന്റെ പുത്രന്മാർ എലിഫാസ്, റവുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഖദാം, കെനസ്, തിമ്ന, അമലേക്. റൗവേലിന്റെ പുത്രന്മാർ നഹത്, സേറഹ്, ഷമ്മ, മിസ. സേറിന്റെ പുത്രന്മാർ ലോതാൻ, ശോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോതാന്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോതാന്റെ സഹോദരിയാണ് തിമ്ന. ശോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യ, ആന. ആനായുടെ പുത്രനാണ് ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാന്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിനു മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയൂറിന്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിനു ശേഷം ബൊസ്രാക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിന്റെ മരണത്തിനു ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിത് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിനു ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലാക്കു ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസഹാബിന്റെ പൗത്രിയും മെത്രദിന്റെ പുത്രിയുമായ മെഹത്താബിലായിരുന്നു അവന്റെ ഭാര്യ. ഹദാദിന്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യഥേത്, ഒഹോലിഭാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം. ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. അധ്യായം 2. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആശേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷുവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരെസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരെസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏദാൻ, ഹേമാൻ, കൽക്കോൽ, ധാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഗാർ കർമ്മിയുടെ പുത്രനാണ്. ഏദാന്റെ പുത്രനാണ് അസറിയ. ഹെസ്രോന്റെ പുത്രന്മാർ യറഹമേൽ, റാം, കെലുബായ്. റാം അമിനാദാബിന്റെയും അമിനാദാബ് യൂദാഗോത്രത്തിന്റെ നേതാവായ നഹ്ഷോന്റെയും പിതാവാണ്. നഹ്ഷോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസ്സയുടെയും പിതാവാണ്. ജസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നഥനേൽ, റദ്ദായ്, ഓസിം, ദാവീദ്. സെറുയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ 3 പുത്രന്മാർ അബിഷായ്, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായിലിനായ യഥറായിരുന്നു അവന്റെ പിതാവ്. ഹെസ്രോന്റെ മകനായ കാലെബിന് ഭാര്യയായ അസൂബായിൽ യറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേശർ, ശോബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിനു ശേഷം കാലെബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി. ഹെസ്രോൻ 60-ാം വയസ്സിൽ ഗിലെയാദിന്റെ പിതാവായ മാഖീറിന്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു.
ഹാവോത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗശൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിന്റെ പിതാവായ മാഖീറിന്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോന്റെ മരണത്തിനു ശേഷം കാലെബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് ആഷൂർ ജനിച്ചു. ആഷൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രോന്റെ ആദ്യജാതനായ യറഹ്മേലിന്റെ പുത്രന്മാർ. ആദ്യജാതനായ റാമും ബൂന, ഓരൻ, ഓസേം, അഹിയ എന്നിവരും. യറഹ്മേലിന് അഥാറ എന്നു വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യറഹ്മേലിന്റെ ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ മാസ്, യാമിൻ, എക്കർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി, യാഥ. ഷമ്മായുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിന്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിന്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിന്റെ പുത്രനാണ് യിഷി. യിഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാന്റെ പുത്രൻ അഹ്ലായ്. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യദർ, ജോനാഥാൻ. യദർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥന്റെ പുത്രന്മാർ പേലെത്ത്, സാസ. ഇവർ യറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ശേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബിദും ജനിച്ചു. ഓബിദ് യേഹുവിന്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ഷല്ലൂമിന്റെയും പിതാവാണ്. ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായ്ക്ക് എലിഷാമായും ജനിച്ചു. യറഹ്മേലിന്റെ സഹോദരനായ കാലബിന്റെ ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷയുടെ പുത്രൻ ഹെബ്രോൺ. ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കേം, ഷേമ. ഷേമ റാഹാമിന്റെയും അവൻ യോർക്കയാമിന്റെയും പിതാവാണ്. റക്കേം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രൻ മാവോൻ. മാവോന്റെ പുത്രൻ ബത്സൂർ. ഹാരാൻ, മോസ, ഗാസീസ് എന്നിവർ കാലെബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസീസിന്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ രേഗം, യോദാവ്, ഗേഷാൻ, പേലെത്ത്, ഏഫ, ഷാഫ്. മാഖ എന്ന ഉപനാരിയിൽ കാലെബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ് മക്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലെബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലെബിന്റെ വംശപരമ്പരയിൽ പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത്ത് യയാറിമിന്റെ പിതാവ് ഷോബാൽ, ബെത്ലഹേമിന്റെ പിതാവ് സൽമ, ബേത് ഗാദറിന്റെ പിതാവ് ഹാരെഫ്, അർദ്ധമെനുഹോത്യർ, ഹരോവെ എന്നിവർ കിരിയാത്ത് യയാറിമിന്റെ പിതാവായ ഷോബാലിന്റെ വംശത്തിൽ പെടുന്നു. കിരിയാത്ത് യയാറിമിന്റെ കുലങ്ങൾ ഇത്ര്യർ, പുത്യർ, ഷുമാത്യർ, മിശ്രായർ. ഇവരിൽ നിന്ന് സൊറാത്യരും എഷ്താവോലിരും ഉത്ഭവിച്ചു. ബേത്ലേഹം, നെതോഫാത്യർ, അത്രോത്ത്, ബത്യോവാബ്, അർദ്ധമനഹാത്യർ, സോറിയർ എന്നിവർ സൽമ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നേപഞ്ഞ കുലങ്ങൾ തിരാത്യർ, ഷിമയാത്യർ, സുക്കാത്യർ. റേഖാബ് കുടുംബത്തിന്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. ദൈവമായ കർത്താവിന് സ്തുതി.